കർത്താവ് ഹല്ലേലൂയ സുവിശേഷികൾ കർത്താവ് ആമേൻ കർത്താവ് ആമേൻ ആമേൻ കർത്താവ് വർദ്ധിച്ചു വരുവാൻ കർത്താവ് ഇടയാക്കിയാട്ടെ. കുഞ്ഞുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ സകല മഹത്വത്തിന്റെ യേശുവിനായി കർത്താവെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് കർത്താവ് പഠിതാക്കളായ പ്രിയപ്പെട്ട ആമൻ പ്രിയമുള്ളവരെ ഏവരെ കൂട്ടിവരുത്തുമാറാകണമേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ സകല മഹത്വത്തിന്റെ യേശുവിനായി പ്രാർത്ഥന കേടുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. നമുക്ക് പാട്ടിന്റെ ഒരു ശീലി പാടുന്നോ? ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസം എന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസം എന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഈ ക്ഷേതിയിൽ ഇല്ല മറ്റൊന്നും നിശ്ചയമാ. ഇത്ര സൗഭാഗ്യം ഈ ക്ഷേതിയിൽ ഇല്ല മറ്റൊന്നും നിശ്ചയമാ. തീരാത്ത സന്തോഷമുള്ളതാ പോരാത്ത കണ്ണീരിൽ തീരാത്ത സന്തോഷം ക്രിസ്തുവിനുള്ളതാ പോരാത്ത കണ്ണീരെ കണ്ണീരുള്ളൂ. ആശ്രയ യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസം എന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടു വേളകളിൽ കർത്താവിൻ പാദ ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടു വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. ആരേരും പാണിയാൽ പാടുള്ള പാണിയാൽ ആരേരും പാണിയാൽ പാടുള്ള കരുണാനി കന്യാവൻ ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഭാഗ്യവാൻ. ശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഭാഗ്യവാൻ. തന്നുയർത്തുന്ന ജീവനാഥൻ എന്നഭയം തന്നുയർത്തുന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. ഒന്നിലും തന്നിട പിന്നീയ വേറെ ഓടേണ്ട താങ്ങുവാൻ മതിയായി ഒന്നിലും തന്നിട പിന്നീയ വേറെ ഓടേണ്ട താങ്ങുവാൻ മതിയായി ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസം എന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാൽവറിനാഥൻ എന്റെ രക്ഷകൻ കല്ലറയ്ക്കുള്ളിലാഥൻ എന്റെ രക്ഷകൻ കല്ലറയ്ക്കുള്ളില്ല
മൃത്യുവേ എന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ ഓ മൃത്യുവേ എന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ ആശ്രയമേശുവിൽ ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം. തുടർന്ന് ദൈവന പഠന ചിന്തനത്തിനായി വിലപ്പെട്ട ദിവദാസൻ പാസ്റ്റർ സുരേഷ് ആമേൻ ഞാക്കനാൽ ബഹുമാന്യ കർത്തൃവൃത്തിനെ ദൈവന പഠനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ തിരുവചന പഠനത്തിനായി വീണ്ടും ഒരു ദിവസം കൂടെ കൂടി വരുവാൻ കർത്താവ് നമ്മ കൃപ നൽകിയിരിക്കുന്നതിനാൽ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ദൈവത്തിന്റെ ഏകത്വം എന്ന വിഷയമായിരുന്നു പഠിക്കുവാൻ തുടങ്ങിയത്. ദൈവത്തിന്റെ ഏകദൈവത്തിന്റെ സ്ഥാനത്ത് നാനാത്വം അല്ലെങ്കിൽ ബഹുത്വം കാണുന്നത് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാന നിമിത്തമാണെന്നും വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം നീങ്ങിപ്പോകുമെന്നും ഈ അന്തർദർശനമാണ് സാക്ഷാത്കരിക്കേണ്ടതെന്നുമാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത്. ഈ ജ്ഞാനം അത് ഉയരത്തിലെ ജ്ഞാനമാണെന്നും അത് പരാപര പൊരുളായ ആത്മാവാം ദൈവസന്നിധിയിൽ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരഞ്ഞ് ദൈവത്തിൽ നിന്ന് നേരിട്ട് സ്വായത്തമാക്കേണ്ട ഒന്നാണെന്നും നാം കണ്ടു. സദൃശ്യവാക്യം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യത്തിലൂടെ അതിന്റെ ആദ്യത്തെ പടിയായി കാമം അല്ലെങ്കിൽ ആഗ്രഹം നിരോധിക്കുകയാണ് വേണ്ടതെന്ന് നാം കണ്ടു. അതായത് തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണം. എന്ത് തിന്നും, എന്തൊടുക്കും, എവിടെ പാർക്കും എന്നൊന്നും ഓർത്ത് വിചാരപ്പെടേണ്ട കാര്യമില്ല എന്നും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലൂടെ അങ്ങനെ ആഗ്രഹങ്ങളെ ത്യജിക്കുന്ന കാര്യം ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ ആരംഭപടിയായി അതിനെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കർത്താവ് പ്രാരംഭമായി തന്നെ ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായി നിത്യവും അനിത്യവുമായവ തമ്മിൽ വിവേചിച്ചറിയണം, അതായത് ഭേദാഭേദങ്ങൾ തിരിച്ചറിയണം എന്ന് നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചു. നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും ആയിരിക്കണമെന്നായിരുന്നു കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞത്. മൂന്നാമതായിട്ട് എല്ലാവിധമായ ഭോഗങ്ങളിൽ നിന്നും മുക്തരായി ഈ താൽക്കാലിക ഭൗതിക ലോകത്തിലെ ചോദനകളിൽ നിന്നും ഒരു വലിയ ത്യാഗമെന്ന വൈരാഗ്യം ഉണ്ടാകണം. അതാണ് മൂന്നാമതായി ബൈബിൾ ആവശ്യപ്പെടുന്നത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ എന്നാണ് റോമാലേഖനത്തിൽ 12-14 കാണുന്നത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ എന്നാണ് റോമാലേഖനത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലൂടെ നാം കാണുന്നത്. അങ്ങനെ ഒരു വലിയ ഇഷ്ണത ആ വിഷയത്തിൽ ഉണ്ടാകണമെന്നും നാലാമതായി ഗുരുവിനെ അല്ലെങ്കിൽ കർത്താവിനെ കേൾക്കണം, അനുസരിക്കണം എന്നാണ് നാലാമത്തെ പടിയായി ബൈബിൾ ആവശ്യപ്പെടുന്നത്. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 23-ാം അധ്യായത്തിൽ നാം കണ്ടത്. അഞ്ചാമതായി അവയെ കേൾക്കുന്നതിന്, അതായത് കർത്താവിൽ നിന്ന് കേൾക്കുന്നതിന് അവയെ മനനം ചെയ്യുകയും ധ്യാനിക്കുകയും വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-7 വായിക്കുന്നത്. എല്ലാം നമുക്ക് കിട്ടുമെന്നല്ല, നിങ്ങൾ എന്നിലും
എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഇച്ഛിക്കുന്നെങ്കിൽ അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ബുദ്ധിപരമായ ഒരു നിർണയം പ്രാപിക്കുന്നതിനാണ് മനനം ചെയ്യുന്നത് എന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അങ്ങനെ മനനം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി, ആ ഭക്തൻ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ അവയുടെ നാമരൂപങ്ങളൊക്കെ വിട്ട് പ്രകാരം ഒരു സമുദ്രത്തിൽ വിലയം പ്രാപിക്കുന്നതോ ലയിച്ചു ചേർന്നതോ, അങ്ങനെ തന്നെ ഒരു ഭക്തൻ തന്റെ നാമരൂപങ്ങളൊക്കെ ഉപേക്ഷിച്ച് അതൊക്കെ രഹിതനായി പരാപര ദിവ്യ പുരുഷനായ ക്രിസ്തുവിൽ ലീനരായിത്തീരുന്ന സാക്ഷാത്കാരമാണ് ധ്യാനത്തിലൂടെ ഭക്തന് ലഭിക്കുന്നത്. നമ്മൾ ധ്യാനിക്കുന്ന ബുക്കൊക്കെ പുറന്നു നോക്കിയിട്ട് കിട്ടുന്ന ഭാഗം വായിച്ച് എന്തോ നമ്മുടെ ഉള്ളിൽ വരുന്നതൊക്കെ നമ്മൾ ചിന്ത ധ്യാനമാണെന്ന് കരുതുകയാണ്. ധ്യാനത്തിലൂടെ ക്രിസ്തുവിനോട് ഒന്നായിച്ചേരുന്ന, ലയിച്ചു ചേരുന്ന, ഇഴുകിച്ചേരുന്ന, ലയിച്ചു ചേരുന്ന അനുഭവത്തിലേക്ക് ഭക്തൻ ആ ധ്യാനത്തിലൂടെ, മനനം ചെയ്യുന്നതിലൂടെ, അഭ്യാസത്തിൽ ധ്യാനത്തിലേക്ക് കടന്ന് ധ്യാനത്തിലൂടെ അത് ലഭിക്കുകയാണ്. അങ്ങനെ ലഭിക്കുന്ന ഈ ആനന്ദ അനുഭവത്തിൽ നിന്നും ഭക്തനെ യാതൊരു കാരണവശാലും ഇളക്കുവാൻ കഴിയുന്നതല്ല. പെരുവെള്ളങ്ങൾക്ക് അത് കഴിയുകയില്ല. യാതൊരു മോഹ വസ്തുക്കൾക്കും അതിനെ സാധ്യമല്ല. ഈ സ്നേഹത്തിൽ നിന്ന് ഇളക്കുവാൻ ഒന്നിനെ കൊണ്ടും കഴിയുകയില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മനുഷ്യന് ദൈവത്തോടുള്ള പ്രേമവും വിശ്വാസവും ആശ്രയവുമാണ് ഭക്തി എന്ന് പറയുന്നത്. ദൈവത്തിന് ഭക്തനോടുള്ള ഭാവമാണ് കൃപ എന്ന് ഉള്ളത്. ഒരു ഭക്തന്, ഒരു ദൈവ പൈതലിന് ദൈവത്തോടുള്ള സ്നേഹത്തെ കവിയുന്ന പ്രേമത്തിന്റെ ചേർന്ന അനുഭവം, പ്രേമവും വിശ്വാസവും ആശ്രയവും, ഇതാണ് ഭക്തി എന്ന് പറയുന്നത്. ദൈവത്തിന് ഭക്തനോടുള്ള ദൈവത്തിന്റെ ഭാവമാണ് കൃപ എന്നത്. എന്റെ കൃപ നിനക്ക് മതി, അത് സകലത്തിനും മതിയായ. എന്നാൽ ഇന്ന് നാം ദൈവത്തെ ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു പെന്തക്കോസ്ത് തലമുറയിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിലെ, അതായത് ഭൗതിക സുഖലോകതയ്ക്ക് വേണ്ടി മാത്രം ദൈവത്തെ സേവിക്കുന്നു എന്ന് പറയുന്നവരുടെ ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ദൈവകൽപ്പനയും ഉപദേശവും അനുസരിച്ച് ജീവിക്കുവാൻ ഒട്ടും മനസ്സില്ലാത്ത ഒരു തലമുറയെ നമ്മുടെ നേതാക്കന്മാരും ഉപദേഷ്ടാക്കന്മാരും കള്ളപ്രവാചകന്മാരും എല്ലാവരും കൂടെ ചേർന്ന് വാർത്തെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ദൈവകൽപ്പനയ്ക്കൊത്തവണ്ണം ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിന് ഒട്ടും വില കൊടുക്കാതെ കള്ളപ്രവാചകന്മാരാൽ സഭ നയിക്കപ്പെടുന്നു. ഈ കള്ളപ്രവാചകന്മാർ സഭയെ ആർത്തി പണ്ടാരങ്ങളുടെ ഒരു കൂട്ടമാക്കി മാറ്റിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നും ആ മരണത്തിൽ ഏൽപ്പിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടന്നിരുന്ന നമ്മെ സ്നേഹവാനായ ദൈവം രക്ഷിച്ചു. ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ നിർമ്മലരാക്കി ദൈവത്തിന്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി ഈ ഭൂമിയിൽ തന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി നിർത്തിയിരിക്കെ, മാത്രമല്ല ഞാൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്നും, എന്ത് തിന്നും, എന്തുടുക്കും, എവിടെ പാർക്കും എന്നോർത്ത് വിചാരപ്പെടേണ്ട എന്നും, പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല എന്നും, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആർക്കും കവർന്നെടുക്കുവാൻ കഴിയുകയില്ല എന്നും, ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചിരിക്കുന്നു എന്നും മറ്റുമുള്ള ഒരു വിശ്വാസിയുടെ ധൈര്യത്തിനും ഉറപ്പിനും ആശ്വാസത്തിനും ഉതകുന്ന ഉറപ്പുകളൊക്കെയും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കെട്ട് ഇതുവരെ അഴിഞ്ഞിട്ടില്ലെന്നും ഞാൻ ഇപ്പോൾ അഴിച്ചു തരാമെന്നും പറഞ്ഞ് ഹിപ്പോപ്പൊട്ടാമസിനേക്കാൾ തൊലിക്കട്ടിയുമായി ചക്കരവാക്കുകളും കള്ളപ്രവാചകന്മാരും വേദപരിജ്ഞാനമില്ലാത്ത ശുശ്രൂഷകന്മാരും സകല വഞ്ചനയുടെയും ആത്മവാഹകരായി സാധാരണ ജനത്തെ സകല മോഹങ്ങളുടെയും ഒരു മാസ്മരിക ലോകത്തിലൂടെ നടത്തുന്നു. അതിന് ആത്മീയ നേതൃത്വം എന്ന് അവകാശപ്പെടുന്നവർ ഒത്താശ ചെയ്യുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ അവരറിയുന്നില്ല അവരെന്താണ് ചെയ്യുന്നത്. ജനം ഭൗതിക നേട്ടത്തിന് വേണ്ടിയും ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയും മാത്രമാണ് വരുന്നതെന്ന് ഈ ആത്മീയ ശുശ്രൂഷകർ എന്ന് അവകാശപ്പെടുന്നവർ കരുതുന്നു. തങ്ങളുടെ കെട്ട് ഇതുവരെയും അഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് തങ്ങൾക്ക് പല ഭൗതികമായ പലതും നേടാൻ കഴിയാത്തതെന്ന് ജനവും കരുതുന്നു.
ചുരുക്കത്തിൽ ഈ കള്ളപ്രവാചകന്മാരുടെയും അവർക്ക് ഒത്താശ ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകരെന്ന് പറയുന്നവരെയും കൊണ്ട് സഭ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നാം ചിന്തിക്കുന്നത്. അരുമനാഥന്റെ മടങ്ങി വരവിനോടുള്ള നാളുകളിൽ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന തിരുവെഴുത്ത് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു മാറ്റം പ്രതീക്ഷിക്കുകയും വേണ്ടാത്ത ഒരു നാളിൽ നാം ആയിരിക്കുകയാണ്. എന്നാൽ വ്യക്തികൾക്ക് ശരിയായ വിശ്വാസ ജീവിതം നയിക്കുവാൻ എല്ലാ സാവകാശവും തിരുവെഴുത്ത് നൽകുന്നു. അവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് പ്രധാനമായും നടത്തുന്നത്. എന്താണ് പെന്തക്കോസ്ത് പ്രസ്ഥാനം ക്രിസ്തു സഭയ്ക്ക് നൽകിയ സംഭാവന എന്ന് ചോദിച്ചാൽ, നിത്യജീവനായി അതിവിശേഷവും അതിശ്രേഷ്ഠവുമായ വിശ്വാസത്തിന്റെ ഒരു മാർഗം, വിശ്വാസത്തിലൂടെ ആത്യന്തികമായ രക്ഷ അഥവാ നിത്യജീവൻ എന്ന മാർഗത്തെ ഭക്തിമാർഗമായി മാറ്റി നിത്യജീവനെ കാക്ഷിച്ചു വരുന്ന ജനത്തെ നിത്യനാശത്തിലേക്ക് നയിക്കുന്ന ഒന്നാക്കി മാറ്റി എന്നതാണ്. വേദപ്രമാണങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത, ഇന്ദ്രിയ നിഗ്രഹണത്തിലൂടെ നേടേണ്ട വിശുദ്ധ ജീവിതത്തിന് വില കൽപ്പിക്കാതെ നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാൽ സഫലത കിട്ടും, മുട്ടുപ്പായി പ്രാർത്ഥിപ്പീൻ, പിടിച്ചു വെച്ച് പ്രാർത്ഥിപ്പീൻ, അവകാശം പറഞ്ഞ് പ്രാർത്ഥിപ്പീൻ, ജാതീയ മതസ്ഥർ ചെയ്യുന്നത് പോലെ ഓരോ കാര്യം നേടുന്നതിനും ഓരോ പ്രത്യേക രീതിയിൽ തരത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ലഭിക്കും എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ജാതികൾ നല്ല ഭർത്താക്കന്മാരെ ലഭിക്കാൻ, അതായത് വിവാഹം നടക്കാൻ ഒരു പ്രത്യേക ദിവസത്തിൽ ഉപവസിക്കുന്നത് പോലെ, മക്കൾക്ക് നല്ല ജോലി ലഭിക്കുവാൻ ഒരു പ്രത്യേക ദിവസം ഉപവസിക്കുന്നത് പോലെ, അങ്ങനെ 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 അതേ നിലവാരത്തിൽ പെന്തക്കോസ്ത് സഭയും പോകുന്നു. അതിന്റെ ശുശ്രൂഷകന്മാർ എന്ന് പറയുന്നവർ ആശ്വാസത്തിനായും ഭൗതിക അനുഗ്രഹത്തിനായും മാത്രമാണ് മനുഷ്യർ കടന്നു വരുന്നതെന്ന് തെറ്റിദ്ധരിച്ച് ഒഴുക്കിനൊത്ത് നീന്തുകയും ചെയ്യുന്നു. എന്നാൽ ഭൗതിക അനുഗ്രഹം മാത്രം നാം എപ്പോഴും പ്രസംഗിക്കുന്നത് കൊണ്ടും അത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവരും നിശ്ചയമായും ധാരാളമുണ്ട്. അത് വാസ്തവമാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ ദൈവത്തെ വാസ്തവമായും സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഉണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ അവരുടെ ശബ്ദം അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ വലിയ ശബ്ദ കോലാഹലത്തിന്റെ ഇടയിൽ കേൾക്കാതെ പോവുകയും ചെയ്യുന്നു. ഇതിന്റെ ഇടയിലാണ് നാം ഈ വേദപഠന ക്ലാസ്സുമായി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ശ്രദ്ധിക്കണമേ, സംശയങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകണമേ എന്ന് എപ്പോഴും ഓർപ്പിക്കുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം ഏകനാണ്. ദൈവം ഏകനാണെന്നും ആ ഏകത ആന്തരിക ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടുള്ളതാണെന്നും വേദഗ്രന്ഥത്തിലൂടെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനും സംഹാരകനും പ്രപഞ്ചത്തിന്റെ കാരണവും നിമിത്ത കാരണവും അവൻ തന്നെയാണെന്ന് നാം കണ്ടു. ഉപാസന വിഷയമാണ് ഈശ്വരൻ, വിഷയ അല്ല എന്നും നാം കണ്ടു. അങ്ങനെയെങ്കിൽ നാം വിഷയത്തിലേക്ക് വരാൻ പോവുകയാണ്. ആദി എന്ന വിഷയം നമുക്ക് നന്നായി ആഗ്രഹമുള്ള വിഷയമാണ്. അജ്ഞേയമായ ഈ പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയുള്ള നിഗമനത്തിൽ സൃഷ്ടിയുടെ ആദി, സൃഷ്ടിക്ക് കാരണമായ ആദി എന്നിങ്ങനെ രണ്ട് ആദികളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സൃഷ്ടിയുടെ ആദി, സൃഷ്ടിക്ക് കാരണമായ ഒരു ആദി. സൃഷ്ടിക്ക് മുമ്പുള്ള ആദിയിൽ തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം സകലതും ഇരുളിൽ മറഞ്ഞിരുന്നു എന്ന് കാണുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന ആദ്യ വചനം ഒരു വെളിച്ചത്തെ അവതരിപ്പിക്കുകയാണ്. ഈ വെളിച്ചത്തിൽ പ്രപഞ്ചത്തിന്റെ നാമവും രൂപവും ദൃശ്യമായി. ഇതാണ് സൃഷ്ടിയുടെ ആരംഭം. വെളിച്ചമാണ് ആദ്യജാതൻ. പിന്നീട് സകലതും ആ വെളിച്ചത്തിൽ ദൃശ്യമായി തീരുകയാണ്. സകല സൃഷ്ടിക്കും ഈ വെളിച്ചം കാരണമായി തീർന്നു. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമായവൻ എന്നാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഈ വെളിച്ചത്തെ കുറിച്ച് വായിക്കുന്നത്. സകല സൃഷ്ടിക്കും കാരണമായി അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതൻ. ഭൂമിയുടെ നല്ല സകല സൃഷ്ടിക്കും ആദ്യജാതനെന്ന് സർവ സൃഷ്ടിയുടെയും ആരംഭമായ ആമേൻ എന്നുള്ളവൻ എന്നാണ് വെളിപ്പാട് പുസ്തകം 3:14 നാം കാണുന്നത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നാം വായിക്കുകയും ചെയ്യുന്നു. ഈ ആദ്യജാതനായവൻ വെളിച്ചമായതുകൊണ്ട്, അല്ലെങ്കിൽ ആദ്യജാതനായവൻ വെളിച്ചമാകയാലും അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സ്വരൂപവും ആകയാലും അദൃശ്യനായ ദൈവവും വെളിച്ചമാകുന്നു എന്ന അറിവ് നമുക്ക് ലഭിക്കുന്നു. സ്തോത്രം. അങ്ങനെ വെളിച്ചം എന്ന അർത്ഥത്തിൽ ദൈവം എന്ന പ്രയോഗം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്നാണ് 1 തിമോഥെയോസിന്റെ ലേഖനം 6:15 കാണുന്നത്. വെളിച്ചങ്ങളുടെ പിതാവ് എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ എന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ അയക്കുന്നത്. അവന്റെ അത്ഭുത പ്രകാശം എന്നാണ് 1 പത്രോസിന്റെ 2:9 കാണുന്നത്. ദൈവം വെളിച്ചമാകുന്നു എന്ന് 1 യോഹന്നാന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ കാണുന്നത്. അവിടങ്ങളിൽ വ്യക്തമാക്കപ്പെടുന്ന വിഷയമാണ് ഈ ആദിയുടെ ആരംഭത്തിന്റെ വിഷയം. ഈ ആദ്യജാതനായ വെളിച്ചമാണ് സകലത്തെയും നടത്തുന്നത്. വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, ഇരുള് അതിനെ പിടിച്ചടക്കിയില്ല എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണുന്നത്. ഈ വെളിച്ചം ആദിയിൽ ജ്ഞാനരൂപമായി അദൃശ്യനായ ദൈവത്തിന്റെ ശില്പിയായിരുന്നു. ഈ വെളിച്ചം ആദിയിൽ, സൃഷ്ടിയുടെ ആരംഭത്തിൽ ജ്ഞാനരൂപമായി അദൃശ്യനായ ദൈവത്തിന്റെ ശില്പിയായിരുന്നുവെന്ന് സദൃശ്യവാക്യം 8-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവൻ മുഖാന്തരവും അവനായിട്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയാൽ അവൻ ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകൻ അഥവാ രക്ഷകനായി തീർന്നു. സകല ജീവികളുടെയും അസ്തിത്വത്തിന് അവൻ കാരണമാകയാൽ അവൻ തന്നെ ഭൂമിയിൽ ജീവന് ആധാരമായിരിക്കുന്നു. സകലരിലുമുള്ള ജീവൻ അവൻ തന്നെയാകുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്നാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളവായി എന്നാണ് യോഹന്നാൻ വീണ്ടും തുടർന്ന് 9-10 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ അവൻ ഉളവാക്കിയ ലോകത്തെ അവൻ പരിപാലിച്ചു കൊണ്ടിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ വായിക്കുക, ലോകമോ അവനെ അറിഞ്ഞില്ല. അദൃശ്യനായ ആത്മാവാം ദൈവത്തിന്റെ പ്രതിമയും സ്വരൂപവുമായവൻ, തേജോമയവനായവൻ, സത്യവെളിച്ചമായവൻ പ്രപഞ്ചോൽപത്തിക്ക് മുമ്പേ ആത്മാവിൽ നിന്ന് ജനിച്ചപ്പോൾ തന്നെ അവൻ അഖിലാണ്ടത്തിന്റെ ഏക അധിപതിയായി നിയമിക്കപ്പെട്ടു. അധിപതി എന്ന് മാത്രമല്ല, കാണപ്പെടുന്നവയും കാണപ്പെടുന്നതുമായ ഭൂമിയുടെയും ആകാശത്തിന്റെയും സകലത്തിന്റെയും പരിപാലകനുമായി തീർന്നു. ഈ പരമസത്യത്തെ, ഈ പരമസ്വരൂപത്തെ പുത്രൻ എന്ന് വിശുദ്ധ ബൈബിൾ നാമകരണം ചെയ്തിരിക്കുന്നു. ഈ പുത്രൻ വെളിപ്പെടുത്തുന്നിടത്തോളം അല്ലാതെ പിതാവിനെ അറിയുവാൻ അഥവാ ഈ പിതൃപുത്ര ബന്ധം അറിയുവാൻ ആർക്കും സാധ്യമല്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലൂടെ അസന്നിഗ്ധമായി മനുഷ്യവർഗത്തോട് അറിയിക്കുകയും ചെയ്യുന്നു. സർവജ്ഞാന രൂപമായി അറിയപ്പെടുന്ന പരമാത്മാവ്, സാക്ഷാൽ പിതാവ് സ്വന്തം ഇച്ഛ മൂലം അഖിലാണ്ടം സൃഷ്ടിച്ചു, അവിടെ ജീവരൂപത്തിൽ പ്രവേശിച്ചു. ബ്രഹ്മാണ്ടാഭിമാനിയായ ഈ ജീവൻ അഥവാ പുരുഷൻ, അതായത് പുത്രനായി ഭവിച്ചു. അതായത് ആത്മാവാം ദൈവം സ്വയം പുരുഷരൂപം സ്വീകരിച്ചു എന്നർത്ഥം. അതായത് പിതാവും പുത്രനും ഒന്ന് തന്നെ എന്ന് അർത്ഥം. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു. പിന്നെ പിതാവിനെ കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 9-ലൂടെ കർത്താവ് നേരിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെ? ഞാനും പിതാവ് ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ആത്മാവായ ദൈവം പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപേ തൃത്വഭാവത്തിൽ ഒന്നാമനായ സൃഷ്ടിോത്പാദനപരമായ ജ്ഞാനമെന്ന ജീവഭാവമായി ഭവിക്കുന്നു. അതാണ് ആദ്യജാതനായ പുത്രന്റെ സമഷ്ടി രൂപം. യഹോവ പണ്ടുപണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി, തന്റെ പ്രവർത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി എന്നാണ് സദൃശ്യവാക്യം 8:22 വായിക്കുന്നത്. പണ്ടുപണ്ടേ യഹോവ പണ്ടുപണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി, തന്റെ പ്രവർത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി.
ഈ ജ്ഞാനമെന്ന ജീവഭാവമായി ഭവിക്കുന്ന ഈ അതിജാതന പുത്രന്റെ സമഷ്ടി രൂപമാണ് നാം ഈ ഭാഗങ്ങളിലൂടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു അവരോട് പറയുകയാണ്, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 8:58 വാക്യത്തിൽ. സദൃശവാക്യം 8 അധ്യായത്തിന്റെ 23 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുൻപേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി ഉണ്ടാകുന്നതിനും സൃഷ്ടിക്കുന്നതിനും ആകാശത്തിനും ഭൂമിക്കും സകല ചരാചരങ്ങൾക്കും അഖിലാണ്ടങ്ങൾക്കും മുൻപേ, സകലത്തിന് മുൻപേ ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വെളിച്ചത്തെക്കുറിച്ച്, പുത്രനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആഴങ്ങളില്ലാതിരുന്നു, വെള്ളം നിറഞ്ഞ ഉറവുകളില്ലായിരുന്നു, പർവ്വതങ്ങളും കുന്നുകളും ഇല്ലായിരുന്നു, ഭൂമിയും അതിൽ ഉപഭോഗ വസ്തുക്കളും ഭോക്താവും ഉണ്ടായിരുന്നില്ല. ഇവയൊക്കെയും ഉണ്ടാകുന്നതിന് മുൻപേ ഞാൻ ജനിച്ചിരിക്കുന്നു എന്നാണ് സദൃശ്യവാക്യം 8 അധ്യായത്തിന്റെ 24, 25, 26 വാക്യങ്ങളിൽ കാണുന്നത്. ആഴങ്ങളില്ലായിരുന്നു, വെള്ളം നിറഞ്ഞ ഉറവുകളില്ലായിരുന്നു, പർവ്വതങ്ങളും കുന്നുകളും ഇല്ലായിരുന്നു, ഭൂമിയും ഇല്ലായിരുന്നു, ഭൂമിയും അതിൽ ഉപഭോഗ വസ്തുക്കളും ഭോക്താവും ഉണ്ടായിരുന്നില്ല. ഇവയൊക്കെയും ഉണ്ടാകുന്നതിന് മുൻപേ ഞാൻ ജനിച്ചിരിക്കുന്നുവെന്ന്. സർവസൃഷ്ടിക്കും മുമ്പേ ആദ്യജാതനായവൻ സ്വർഗത്തിലും ഭൂമിയിലും കാണപ്പെടുന്നതും കാണപ്പെടാത്തവയുമായ സകലവും സൃഷ്ടിച്ചുവെന്നാണ് കൊലോസ്യ ലേഖനം 1 അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങളിൽ വായിക്കുന്നത്. സർവസൃഷ്ടിക്കും മുൻപേ, സൃഷ്ടിയുടെ ആരംഭത്തിൽ, സർവസൃഷ്ടിക്കും മുൻപേ, അഖിലാണ്ടങ്ങളുടെ സൃഷ്ടിക്ക് മുൻപേ, സകല സൃഷ്ടിക്ക് മുൻപേ ആദ്യജാതനായവൻ സ്വർഗത്തിലും ഭൂമിയിലും, സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും ഈ പുത്രൻ തന്നെയാകുന്നു എന്നാണ്. സ്വർഗത്തിലും ഭൂമിയിലും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലതും സൃഷ്ടിച്ചു എന്നാണ് കൊലോസ്യ ലേഖനം 1:15, 16, 17 വാക്യങ്ങളിൽ ഈ വെളിച്ചത്തെക്കുറിച്ച്, സാക്ഷാൽ ദൈവപുത്രനെ കുറിച്ച് വായിക്കുന്ന ഭാഗം. ഞാൻ ആദിയും അന്തവും അൽഫയും ഒമേഗയും ഒന്നാമത്തവൻ ഒടുക്കത്തവനുമാകുന്നു എന്ന് വെളിപ്പാടിന്റെ 22:13 കാണുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 14:19 കാണുന്നത്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 10:30 കാണുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 14:10 കാണുന്നത്. ഇപ്രകാരമുള്ള ഒരു സവിശേഷ പിതൃപുത്ര ബന്ധമാണ് ഇതിന്റെ ഘടനയ്ക്ക് ഉള്ളത്. ഇപ്രകാരമുള്ള അതിവിശേഷമായ ഒരു ഘടനയാണ് ഈ പിതൃപുത്ര ബന്ധത്തിന് ഉള്ളത് എന്നുള്ളതാണ് നാം പലപ്പോഴും മറന്നു പോകുന്ന വിഷയം. ഈ പിതൃപുത്ര ബന്ധത്തെ തിരിച്ചറിയുക, ഈ പിതൃപുത്ര ബന്ധത്തെ തിരിച്ചറിയുന്ന അനുഭവം, അതിലേക്കാണ് പലപ്പോഴും കടന്ന് പോയി പലപ്പോഴും അതിന്റെ ആ അന്തസത്തയ്ക്ക് വെളിയിലൂടെയൊക്കെ സഞ്ചരിച്ച് പലപ്പോഴും നാം പല വഴിയിലൂടെയൊക്കെ വേദ പണ്ഡിതന്മാര് പോകുന്നു. അതിന്റെ പിതൃപുത്ര ബന്ധത്തിന്റെ ഘടനയെ വേദഗ്രന്ഥം വിവിധ ഭാഗങ്ങളിലൂടെ ഭാഗമായി തന്റെ സമഷ്ടി രൂപത്തെ വെളിപ്പെടുത്തുന്ന ഭാഗത്തെ വീണ്ടും വണ്ണം ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം മുന്നോട്ട് പോകുന്നത് കൊണ്ട് സംഭവിക്കുന്ന കെടുതികൾ വളരെ വലുതാണ്. നാം മുന്നോട്ട് പോകുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുഗ്രഹദാതാവായും ശക്തിയുടെയും ധൈര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭരണത്തിന്റെയും പ്രഭവസ്ഥാനമായി പറഞ്ഞിരിക്കുന്ന അനേക വേദഭാഗങ്ങളുണ്ട്. പുറപ്പാട് പുസ്തകം 31:3, സംഖ്യ പുസ്തകം 11:25, ന്യായാധിപന്മാരുടെ പുസ്തകം 3:10 ഒക്കെ ദൈവത്തിന്റെ ദൈവ ആത്മാവിന്റെ പ്രഭവസ്ഥാനങ്ങൾ, ആ ആത്മാവിന്റെ പ്രവർത്തന മൂല്യതയുടെ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. അനുഗ്രഹദാതാവായും ശക്തിയുടെ ഉറവസ്ഥാനമായും ധൈര്യത്തിന്റെ ഉറവിടമായും സംസ്കാരത്തിന്റെയും ഭരണം നടത്തുന്നതിന്റെയും ഒക്കെ പ്രഭവസ്ഥാനം ആത്മാവിന്റെ രംഗത്ത് നിന്നാണ്, അല്ലെങ്കിൽ ആത്മാവാണ് അതിന്റെയൊക്കെയും പ്രഭവസ്ഥാനമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവികമായ പദവിയും ബഹുമാനവും സ്വീകരിക്കുന്ന യഹോവയുടെ ദൂതനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പഴയ നിയമത്തിൽ ധാരാളമായി നമുക്ക് കാണാൻ കഴിയുന്നു.
തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തുവിന്റെ ജഡധാരണത്തിന് മുമ്പുള്ള അവസ്ഥയുടെ ഒരു സൂചനയാണ്. യഹോവയോട് സാത്മീകരിക്കപ്പെടുകയും അതേസമയം തന്നെ യഹോവയിൽ നിന്ന് വ്യാവർത്തിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള യഹോവയുടെ ദൂതൻ, അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63:9 പറഞ്ഞിട്ടുള്ള സമൂഹ ദൂതൻ തന്നെയാണ്. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അയക്കപ്പെടുന്ന ദൈവദൂതന്മാരുണ്ട് എന്ന സന്ദർഭത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എന്നാൽ മശിഹാസ്ഥാനിയായ ദൂതൻ, മശിഹാസ്ഥാനിയായ ഒരു ദൈവദൂതൻ യഹോവയുടെ നാമം വഹിക്കുക മാത്രമല്ല, ദൈവികമായ അധികാരവും മഹിമയും പുലർത്തുകയും ദൈവികമായ വീണ്ടെടുപ്പ് നൽകുകയും ദൈവത്തിന് മാത്രം യോഗ്യമായ സ്തുതിയും ബഹുമാനവും സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് ഈ സമൂഹദൂതൻ മാത്രമേ ചെയ്യുന്നു. മറ്റ് ദൈവദൂതന്മാരൊന്നും അപ്രകാരമുള്ള ക്രമീകരണങ്ങളിലേക്കല്ല, ഒരു ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ച് അയക്കുന്നു. അവർ ആ ദൗത്യം നിർവഹിച്ചു വരുന്നു. എന്നാൽ യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിന്റെ 9 കാണുന്ന ഈ സമൂഹദൂതൻ, അവൻ മശിഹാസ്ഥാനിയായ ഒരു ദൂതനായി ദൈവത്തിന്റെ നാമം വഹിക്കുക മാത്രമല്ല, ദൈവിക അധികാരവും മഹിമയും പുലർത്തുകയും വീണ്ടെടുപ്പ് നൽകുകയും ദൈവത്തിന് മാത്രം യോഗ്യമായ സ്തുതിയും ബഹുമാനവും സ്തോത്രവും സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. യഹോവയുടെ ദൂതൻ രക്ഷപ്പെട്ട ധാരാളം അനുഭവങ്ങൾ നമുക്കറിയാം. ഉൽപ്പത്തി 16-ാം അധ്യായത്തിന്റെ 7 മുതൽ 14 വരെ ഹാഗാറിന്, ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 11 മുതൽ 18 വരെയുള്ള ഭാഗത്ത് അബ്രഹാമിന്, ഉൽപ്പത്തി പുസ്തകം 31-ന്റെ 11 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ യാക്കോബിന്, അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 3-ന്റെ 2, 3, 4, 5 വാക്യങ്ങളിലൂടെ മോശയ്ക്ക്, പുറപ്പാട് 14-ന്റെ 19 ഇസ്രായേലിന്, വീണ്ടും സംഖ്യാപുസ്തകം 22-ന്റെ 22 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിൽ ബിലയാമിന് പ്രത്യക്ഷപ്പെടുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ന്റെ 11 മുതൽ 23 വരെയുള്ള ഭാഗങ്ങളിൽ ഗിദെയോന് പ്രത്യക്ഷപ്പെടുന്നു. അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 2 മുതൽ 25 വരെയുള്ള ഭാഗത്ത് മാനോഹയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. രാജാക്കന്മാരുടെ പുസ്തകം 19-ന്റെ 5 മുതൽ 7 വരെയുള്ള ഭാഗത്ത് ഏലിയാവിന് പ്രത്യക്ഷപ്പെടുന്നു. 1 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിൽ ദാവീദിന് പ്രത്യക്ഷപ്പെടുന്നതായി കാണുന്നു. അങ്ങനെ പ്രത്യക്ഷതകൾ, ദൂതന്റെ പ്രത്യക്ഷത വളരെ വിശദമായി പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവയുടെ ദൂതൻ 1,85,000 അശൂര്യരെ കൊല്ലുക എന്ന ഒരു സംഭവം 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 19-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സെക്കരിയാവിന്റെ ദർശനത്തിൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന ദൂതനെ കാണുന്നു. സെക്കരിയാവ് 1:11. യോശുവായ്ക്ക് വേണ്ടി സാത്താനോട് വാദിക്കുകയും അതുപോലെ നീതീകരിക്കുകയും ചെയ്യുന്നതായി കാണുന്ന ഭാഗം നമുക്ക് സെക്കരിയാവിന്റെ 3:1 കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട 3 പേരിൽ ഒരാൾ യഹോവയുടെ ദൂതനായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഈ സമൂഹ ദൂതന്റെ വെളിപ്പെടൽ പലപ്പോഴായി പല ഇടങ്ങളിൽ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. വെളിപ്പാടിലെ വീണ്ടെടുപ്പിൽ ആത്മാവിന് പ്രമുഖമായ ഒരു സ്ഥാനം ആണ് നൽകിയിരിക്കുന്നത്. മശിഹയെ തന്റെ വേലയ്ക്ക് സജ്ജമാക്കുന്ന ഔദ്യോഗിക പദവി പരിശുദ്ധാത്മാവിനാണ് നൽകിയിരിക്കുന്നത്. ആ ഭാഗങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. മശിഹയെ തന്റെ വേലയ്ക്ക് സജ്ജമാക്കുന്ന ഔദ്യോഗികമായ പദവി പരിശുദ്ധാത്മാവിന് വിശുദ്ധ ബൈബിൾ നൽകുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിങ്ങനെ ആണ് കാണുന്നത്. അവിടെ, എന്നാൽ യിശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെട്ടു, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഈ സജ്ജയ്ക്ക് വേലയ്ക്ക് തന്റെ മഷിഹാത്വത്തിന്റെ പ്രവൃത്തിക്ക് സജ്ജമാക്കുന്ന ആ രംഗമാണ് നാം ആ ഭാഗത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 42-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് ഈ ശുശ്രൂഷയുടെ അടുത്ത ഒരു വശമാണ്. 42-ന്റെ 1-ാം വാക്യം,
ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ മൃതൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അതേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ വീണ്ടും നാം വായിക്കുന്നു, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണത്തിന് പകരം സ്തുതിയും എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അങ്ങനെ ഈ മശിഹായെ തന്റെ വേലയ്ക്ക് സജ്ജമാക്കുവാൻ പരിശുദ്ധാത്മാവിനെ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നാം ഈ 3 വേദഭാഗങ്ങളിലൂടെ വായിച്ചത്. അതുപോലെ തന്നെ മശിഹായുടെ ജനത്തെ, അല്ലെങ്കിൽ നമ്മെ, മശിഹായുടെ ജനത്തെ വിശ്വാസത്തിനും അനുസരണത്തിനും ഒരുക്കുന്ന കർത്തവ്യവും ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് അതിനും ഉത്തരവാദി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് അതിനെയും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വളരെ വിശദമായി ആ ഭാഗം നമുക്ക് നൽകപ്പെട്ട ദൈവാത്മാവിന് തന്നെയാണ് ദൈവജനത്തെ ഒരുക്കുന്ന ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഒരുക്കുന്ന ദൗത്യവും ദൈവാത്മാവിനെയാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ, യോവേൽ പ്രവാചകന്റെ പുസ്തകം 11 അധ്യായത്തിന്റെ 2 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് 11 അധ്യായത്തിന്റെ 28 വാക്യത്തിലേക്ക് വരുമ്പോൾ, യോവേൽ പ്രവാചകന്റെ പുസ്തകം, അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അങ്ങനെ ദൈവത്തിന്റെ അല്ലെങ്കിൽ മശിഹായുടെ ജനത്തെ അനുസരണത്തിനായി, വിശ്വാസത്തിനായിട്ട് ഒരുക്കിയെടുക്കുന്ന ആ വലിയ ഉത്തരവാദിത്വം അവിടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവിനെ. ആ ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായത്തിന്റെ 26-27 വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ദൈവത്തിന്റെ ആത്മാവിൽ ഒരു മനുഷ്യനെ ദൈവം നിറച്ച് ദൈവത്തിന്റെ വഴികളിൽ അവൻ നിങ്ങളെ നടക്കും. നിങ്ങളെ ചട്ടം, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ചനുഷ്ഠിക്കും. ദൈവത്തിന്റെ ആത്മാ നിറവിൽ ആയിരിക്കുന്നു എന്ന് പറയുകയും, ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്നു, ആത്മാ നിറവിൽ ജീവിക്കുന്നു എന്ന് കരുതുകയും, ഇപ്രകാരം തന്നെ ദൈവത്തിന്റെ ആ പ്രമാണങ്ങളെ അനുഷ്ഠിക്കാതിരിക്കുകയും ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നിന്ന് അല്പമെങ്കിലും വ്യതിചലിച്ച് പോകത്തക്കവണ്ണം പോകുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ദൈവത്തിന്റെ ആത്മാവ് അല്ല നിന്നെ നടത്തുന്നത്. ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നത് അവർ വ്യക്തമായിട്ടാണ്, ഒട്ടും മറച്ച് വെച്ചുകൊണ്ടല്ല. അവർ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അങ്ങനെ ദൈവമക്കളെ ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നതിന്, അല്ലെങ്കിൽ മശിഹായുടെ ജനത്തെ, ദൈവജനത്തെ വിശ്വാസത്തിനും അനുസരണത്തിനും ഒരുക്കുന്ന കർത്തവ്യവും ദൈവത്തിന്റെ ആത്മാവ് തന്നെയാകുന്നു ചെയ്യുന്നത്. ഈ ഒരുക്കലിൽ ആണ് നാം ആയിരിക്കുന്നത്. ഈ ഒരുക്കിയെടുക്കുന്ന ശുശ്രൂഷയുടെ, ദൈവാത്മാവ് ഒരുക്കിയെടുക്കുന്ന ശുശ്രൂഷയുടെ മധ്യത്തിൽ അല്ലെങ്കിൽ ആണ് നാം ശിപ്പിക്കുന്നത്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, മുന്തിരിവള്ളിക്ക് കൊമ്പുകളിൽ വസിച്ചിട്ടല്ലാതെ ഇത് വസിക്കുന്നു എന്ന് പറയുകയും ദൈവത്തിന്റെ ആത്മാ നിറവിൽ ഞാൻ ആയിരിക്കുന്നു എന്ന് അവകാശപ്പെടുകയും ദൈവത്തിന്റെ
പ്രമാണങ്ങൾ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എത്ര പരിതാപകരമായ ഒരു അവസ്ഥയാണത്, എത്ര ദുഃഖകരമായ ഒരു അവസ്ഥയാണത്. വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ്. ആരാണ് നമ്മളെ അങ്ങനെയാക്കിയെടുത്തത്? അതിന് എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വം ഇല്ലയോ? നാം ഈ ചെറിയ ക്ലാസ്സിൽ ഇത് പറഞ്ഞത് കൊണ്ടൊന്നും സഭ നേർവഴിക്കാകും എന്ന പ്രതീക്ഷയൊന്നും നമുക്കില്ല. പക്ഷേ ഈ ശബ്ദം കേൾക്കുന്നു ദൈവജനത്തിന്, ദൈവമക്കൾക്ക് ഒരു പുനർചിന്തനം, ഒരു മാനസാന്തരത്തിന്റെ അനുഭവം, വിശ്വാസ മാർഗത്തിലേക്കൊരു മടങ്ങിവരവും അത് സംഭവിക്കുന്നുവെങ്കിൽ അത്യുത്തമം. ദൈവത്തിന്റെ ജനത്തെ ദൈവകൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് നയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിയമിക്കപ്പെട്ടിരിക്കുന്നു. വലിയ ഉത്തരവാദിത്വബോധത്തോടുകൂടി സാധാരണ ഭാഷയിൽ അല്ലെങ്കിൽ ബൈബിൾ ഭാഷയിൽ ഒരു കാര്യസ്ഥനായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. പുരാതന കാലങ്ങളിൽ, പണ്ട് കാലങ്ങളിൽ ഒക്കെ ധനവാന്മാരുടെയൊക്കെ ഭവനങ്ങളിൽ ധനവാന്മാരുടെയൊക്കെ കൂടെ കാര്യസ്ഥന്മാരുണ്ടാകുമായിരുന്നു. ഭവനത്തിന്റെ കാര്യസ്ഥൻ അവരുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ അവരുടെ കൃഷി മുതലായ വ്യാപാരത്തിന്റെ കാര്യസ്ഥതയൊക്കെ നോക്കുന്നതിന് വേണ്ടി ആ കാര്യസ്ഥന് അതിൻ്റെതായ ചുമതലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ വിലയൊന്നും കൽപ്പിച്ചിരുന്നില്ല. പെന്തക്കോസ്ത് സഭ പോലുള്ള അല്ലെങ്കിൽ മശിഹായുടെ സ്വന്തം ജനം, ദൈവത്തിന്റെ ജനം എന്ന് പുകൾക്കൊള്ളുന്ന നമുക്ക് ഈ സർവശക്തനായ ഏക സത്യദൈവമായ ആത്മാവിനെ മാനുഷിക നിലയിലുള്ള ഒരു കാര്യസ്ഥന്റെ വാക്കുകളായി, ആലോചനയായി, ഇതിനെ അശ്രദ്ധമായി, ഇതിനെ കേട്ട് ഇതിനെ കളഞ്ഞ് യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ വിവേകത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവിൽ നിറച്ച് ദൈവകൽപ്പനകൾ ചിന്തത്തിൽ പാലിച്ചു ദൈവത്തിന്റെ ഇഷ്ടം, ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവ ഇഷ്ടം, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ആവശ്യപ്പെടുമ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വാഗ്ദത്തങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിനെ മുറുക്കെ പിടിച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ജാതികളെ പോലെ അവകാശം പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നിങ്ങൾ മറ്റ് ചട്ടങ്ങളൊന്നും നിങ്ങൾക്ക് ബാധകമല്ല എന്ന് തോന്നത്തക്കവണ്ണം അത്ഭുത പ്രകാശത്തിലേക്ക് വന്ന ദൈവമക്കളെ ഊരിനുള്ളിന്റെ അഗാധതയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിപ്പാൻ നമ്മെ വിശ്വാസത്തിന്റെ തീഷ്ണതയിലേക്ക്, നമ്മെ ക്രിസ്തുവിന്റെ തലയോളം ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകും. അത് ഇന്ദ്രിയ നിഗ്രഹണത്തിലൂടെ തന്റെ ആദ്യത്തെ ശബ്ദത്തിൽ തന്നെ എന്നെ ഒരുവൻ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. ഈ അനുഗമത്തിൽ വരാൻ സാധ്യതയുള്ള സകല പ്രതിബന്ധങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് തീഷ്ണതയോടുകൂടി, വൈരാഗ്യത്തോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി അതിലേക്ക് യാത്ര ചെയ്യുവാൻ, അതിനോടൊപ്പം ഉണ്ടാകുന്ന സകല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം, ആത്മാവാകുന്ന ദൈവം ഈ മൺകൂടാരത്തിൽ വസിച്ചുകൊണ്ട് സകലത്തിനും മതിയായതായി ദൈവത്തിന്റെ രാജ്യവും പുരോഹിതന്മാരുമായി കേവല സാധാരണക്കാരായ മനുഷ്യരെ ഈ ഭൂമിയിൽ
ഈ കൃപാ കാലഘട്ടത്തിൽ, ഈ കൃപാ യുഗത്തിൽ എന്നൊക്കെ വേണമെങ്കിൽ ആലങ്കാരിക ഭാഷയിൽ പറയാം, നമ്മെ സർവശക്തനായ ദൈവം സ്നേഹത്തിലൂടെ നടത്തുവാൻ ശ്രമിക്കുന്നു. ഈ ശബ്ദം കേൾക്കാതെ, ഈ ചട്ടങ്ങൾ ശ്രദ്ധിക്കാതെ, ഭൗതിക ലോകത്തിലെ കണ്ണിന് ഇമ്പമാറുന്ന അഥവാ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്നതിനെ നേടി ഈ ലോകത്തിൽ എന്തൊക്കെയോ ആണ്, ആരൊക്കെയോ ആണ്, എന്തിൻ്റെയൊക്കെയോ ആധിപത്യം എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, എന്തൊക്കെയോ ആണ് എന്ന് കരുതി സ്വയം നശിക്കുന്നു എന്ന് മാത്രമല്ല, ഈ സമൂഹത്തെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ശുശ്രൂഷ സഹോദരന്മാരെ, പിതാക്കന്മാരെ, പ്രായമുള്ള സകല ദൈവമക്കൾ ആയതുപോലെ അല്പലാഭത്തിന് വേണ്ടിയോ അല്പസന്തോഷത്തിന് വേണ്ടിയോ അല്പമായ ഒരു സുഖത്തിന് വേണ്ടിയോ ഈ പ്രമാണത്തിന്റെ വഴിയിൽ നിന്നും വ്യതിചലിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സഭയെ നേർവഴിക്ക് നയിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ ജീവിതം നയിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും അപ്രകാരം ജനത്തെ ഒരുക്കിയെടുക്കുകയും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം. എനിക്ക് 22 വയസ്സ് പ്രായമുള്ളപ്പോൾ 1985 എന്നോട് സുവിശേഷം പറഞ്ഞത് ഒരു സാധാരണ വീട്ടമ്മയായ മോളി ഡാനിയൽ എന്ന ഒരു സഹോദരിയാണ്. ഇന്ന് അവർ മുംബൈയിൽ പനവേൽ എന്ന സ്ഥലത്ത് ഉണ്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് എൻ്റെ മകന്റെ വിവാഹം മുംബൈയിൽ വെച്ച് ആയിരുന്നു. അവിടെ വെച്ച് കാണുവാനും വീണ്ടും സ്നേഹ സൽക്കാരത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാനും സ്നേഹം പങ്കിടുവാനും ഒക്കെ ഇടയായിത്തീർന്നു. ഞാൻ 2 മാസം മുൻപ് കണ്ടപ്പോൾ ചോദിച്ചു, അമ്മ ഇപ്പോൾ എത്ര പേരെ വിശ്വാസത്തിലേക്ക് നേടിയിട്ടുണ്ട്? സുരേഷ അറിയില്ല, ഒരു 100 പേര് കാണും. ഓ, എത്ര ശുശ്രൂഷകർ നേടിയിട്ടുണ്ടോ? ഒരു 100 പേര്. എന്താണ് ഇതിന്റെ രഹസ്യം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിധേയപ്പെട്ട് ഇവിടെ വലിയ മാനുഷിക ജ്ഞാനത്തിന്റെയോ ഭയങ്കര ബുദ്ധി വൈഭവത്തിന്റെയോ വലിയ വിദ്യാഭ്യാസത്തിന്റെ മഹിമയുടെയോ വലിയ കുടുംബ ശ്രേഷ്ഠതയുടെയോ ഒന്നും രംഗമല്ല ഇത്. മനുഷ്യൻ വിശ്വാസത്തോടുകൂടി ആത്മാവാം ദൈവത്തിന് തന്നെ ദൈവമുൻപാകെ പൂർണ്ണമായി സമർപ്പിച്ച് തന്നെത്താൻ താഴ്ത്തി തന്റെ അഹം ഞാനെന്ന ഭാവത്തിന് ദൈവത്തിന് മുൻപിൽ സമർപ്പിച്ചതും തന്നെത്താൻ തിരിച്ചതും തന്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കുന്ന ആ യാത്രയുടെ മധ്യം അവന്റെ ശബ്ദങ്ങളും ആജ്ഞകളും ഉപദേശങ്ങളും ആലോചനകളും പേർത്തും മനനം ചെയ്ത് അതിനെ ധ്യാനിച്ച് ഇതിനോട് ലയിച്ച് ഒരു ഭക്തയായി ദൈവത്തിന്റെ കൃപാദാനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദൈവാത്മാവിന്റെ ശബ്ദം നല്ല കാര്യസ്ഥനെ പോലെ അത് ആജ്ഞയായി, ഉപദേശമായി, അർജനമായി, സ്നേഹമായി പകർന്നു വരുന്നത് കേട്ട് അതിനെ അനുസരിച്ച് ഈ നിത്യരാജ്യം എത്തിപ്പിടിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുക. അതിനായി ഈ ക്ലാസിന്റെ ഭാഗം ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നാം 2 ഭാഗത്തിൽ വായിച്ച് ഇപ്പോൾ നാം ചിന്തിച്ചത് ദൈവാത്മാവിന്റെ പ്രമുഖമായ സ്ഥാനം നൽകിയതിനെ കുറിച്ചായിരുന്നു. അത് മശിഹായുടെ തന്റെ വേലയ്ക്ക് സജ്ജമാക്കുന്ന ഔദ്യോഗിക പദവി പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ടിരുന്നത് പോലെ തന്നെ മശിഹായുടെ ജനത്തെ, അല്ലെങ്കിൽ ദൈവജനത്തെ വിശ്വാസത്തിനും അനുസരണത്തിനും ഒരുക്കുന്ന കർത്തവ്യവും പരിശുദ്ധാത്മാവിന് തന്നെയാണ് നൽകിയിരുന്നതെന്നാണ് നാം ഈ ഭാഗങ്ങളിലൊക്കെ വായിച്ചതും ചിന്തിച്ചതും. ഇങ്ങനെ ദൈവം വസ്തുനിഷ്ഠമായി സമ്മുഖദൂതനിലൂടെയും ആത്മനിഷ്ഠമായി പരിശുദ്ധാത്മാവിലൂടെയും സ്വയം വെളിപ്പെടുത്തി നമുക്ക്. വസ്തുനിഷ്ഠമായി സമ്മുഖദൂതനിലൂടെയും ആത്മനിഷ്ഠമായി പരിശുദ്ധാത്മാവിലൂടെയും
നമുക്ക് സ്വയം ആത്മാവാകുന്ന ദൈവം നമുക്ക് സ്വയം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. മഹാഭാഗ്യം നമുക്ക് അത് ലഭിച്ചിരിക്കുന്നു. അത് ഗ്രഹിക്കേണ്ടത് അതിന്റെ അന്തർഭാഗത്തേക്ക് ആഴത്തിൽ ഇറങ്ങി മറച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വം, ആരാഞ്ഞ് അന്വേഷിക്കുന്നതോ രാജാക്കന്മാർക്ക് മഹത്വം. ആത്മീയ രാജാക്കന്മാരായിരിക്കുന്ന ദൈവമക്കളുടെ മഹത്വമാണ് അതിനെ ആരാഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തി അത് ഭക്ഷിക്കേണ്ടത്. പുതിയ നിയമത്തിലെ അപ്പോസ്തോലിക ആശീർവാദമുണ്ട്. 2 കൊരിന്ത്യർ 13:14 വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആത്മാവാകുന്ന ദൈവത്തിന്റെ കൂട്ടായ്മയും എന്നൊരു ആശീർവാദ സമാന്തരമായി പഴയ നിയമത്തില് അഹരോന്യ ആശീർവാദം നമുക്ക് രേഖപ്പെടുത്തപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അത് സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 24, 25, 26 വാക്യത്തിൽ ഈ പുതിയ നിയമത്തിലെ ആശീർവാദത്തിന് തത്തുല്യമായ ആശീർവാദമാണ് അഹരോന്റെ ആശീർവാദം സംഖ്യാപുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അതിങ്ങനെയാണ്: യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിച്ച് നിന്നോട് കൃപയുള്ളവരാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. 3 പ്രാവശ്യം എടുത്തെടുത്ത് 3 വ്യത്യസ്ത കാര്യങ്ങൾ പറയുകയാണ്. അത് തന്നെയാണ് നാം ഏക സത്യ ദൈവമാകുന്ന കർത്താവിന്റെ നാമത്തെ നാം സ്മരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും എന്ന് നാം അവിടെ എടുത്ത് പറഞ്ഞ് നാം അവിടെ പ്രാർത്ഥിച്ച് അവിടെ സമാപിക്കുന്നത്. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയെക്കുറിച്ചാണ് നാം ആദ്യം അവിടെ വായിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും എന്നാണ് നാം വായിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിക്കട്ടെ. അത് തന്നെയാണ് പഴയ നിയമത്തിലെ യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കണം, നിന്റെ മേൽ തിരുമുഖം പ്രകാശിച്ച് നിന്നോട് കൃപയുണ്ടാകണം, യഹോവ നിന്റെ മേൽ തിരുമുഖം ഉയർത്തി നിനക്ക് സമാധാനം നൽകണം. ഇതാണ് അപ്പടിയായിട്ട് നൽകിയിരിക്കുകയാണ് ഈ ത്രിയേക ദൈവം എന്ന് പറയുമ്പോൾ അത് ഒന്നും തന്നെ ആണയെന്ന്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഏകത്വത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്നത് പോലെ തന്നെ പുതിയ നിയമത്തിലും ആ ഏകത്വം അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് ഈ ആശീർവാദ വാക്യവും അങ്ങനെ നമ്മുടെ മുമ്പിൽ വ്യക്തതയോടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ആശങ്കപ്പെടാതെ പ്രസ്തുത വിഷയം പോലെയുള്ള വിഷയങ്ങളിൽ ചാഞ്ചല്യം കൂടാതെ വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ആത്മാവിനെ നിറഞ്ഞിരിക്കുന്നവൻ നിന്റെ പ്രമാണങ്ങളിൽ നടക്കുമാറാക്കുന്ന ആ പ്രക്രിയയിലേക്ക് പോകാതെ ആ നടപ്പിന്റെ വഴിയിലേക്ക് നടക്കുക. സമർപ്പണം ഇന്ന് ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിൽ ആശ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കാൻ നിർത്തുന്നു. നാളെ ഈ തൃത്വം പുതിയ നിയമത്തിൽ എങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള വിഷയത്തിലേക്ക് നാം അടുത്ത ചൊവ്വാഴ്ച കടന്നു വരും. തൃത്വം പുതിയ നിയമത്തിൽ എന്നത് തൃത്വം പഴയ നിയമത്തിലും തൃത്വത്തിന്റെ ഏകത്വവുമാണ് ഇതുവരെ നാം ചിന്തിച്ചത്. ഇത്തരം തൃത്വം എന്നത് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ചൊവ്വാഴ്ച ഒരുമിച്ച് പഠിക്കാം എന്ന് ആശിക്കുന്നു. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സംശയങ്ങളോ കേട്ടതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാവുന്നതേ ഉള്ളൂ. ചോദിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന് ആശിക്കുകയും ചെയ്യുന്നു. ഈ ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സമാധാനത്തിൽ അവരെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഏവർക്കും കർത്താവിന്റെ പുണ്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ രാത്രി യാമത്തിൽ ദൈവത്തിന്റെ സന്നിധിയില് ദൈവത്തിന്റെ വചനം ആധികാരികമായി പഠിക്കുവാൻ സർവ്വത്തിലെ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. ആമേൻ. ദൈവത്തിന്റെ വചനം അതിശക്തമായി
ഇന്ന് രാത്രി ദൈവദാസനോട് നമ്മളോട് ഇടപെടുവാനിടയായി ത്രിത്വത്തിന്റെ ഏകത്വത്തെക്കുറിച്ചും അതിശക്തമായ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ദൈവദാസനിലൂടെ നമ്മളോട് ഇടപെടുവാനിടയായി ദൈവനെ കേട്ട് അത് ഗ്രഹിച്ച ഏവർക്കും ക്രിസ്തുവിൽ നന്ദി വന്ദനം അറിയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ സെക്ഷനോട് വൈൻഡപ്പ് ചെയ്യാൻ തൊക്കണം ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, മനോഹരമായ ഈ നല്ല രാത്രിയിൽ ദൈവത്തിന്റെ പാതവിടെ കർത്താവെ അല്പസമയം ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം ഉള്ളതുപോലെ പഠിക്കുവാൻ, ചിന്തിപ്പാൻ, ഗ്രഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയത് കൊണ്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. തിരുവചനം പഠിപ്പിച്ചതായ വിലപ്പെട്ട ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെതായ ശുശ്രൂഷയുടേതായ കാല ആരംഭം മുതൽ ഇന്നയോളം വിശ്വസ്തയോടെ കർത്താവിന്റെ പേരെ നിലനിൽപ്പാൻ, അനേകരെ കർത്താവിന് നേടുവാൻ, അനേകരെ കർത്താവിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒക്കെ കർത്താവിന്റെ ബലപ്പെട്ട ദൈവദാസനെ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ചുവല്ലോ. എന്റെ ദൈവം ചെയ്ത വലിയ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. എന്റെ ദാസനെ ഒരു കൊടി കത്തിൽ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. അനേകരെ ഇനിയും തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണം. പരിശുദ്ധാത്മാവിന്റെ ആ കൃപ തന്റെ ഭക്തന്റെ മേൽ പിന്നെയും അവിടുന്ന് പകർന്നാട്ടെ. കാലഘട്ടമാകിയാൽ കർത്താവെ, ദുഷ്കാലമാകിയാൽ സമയത്തും അസമയത്തും ഒരുങ്ങിയിരുന്നു കൊണ്ട് അനേകരെ പിന്നെയും ക്രിസ്തുവിനായി നേടുവാൻ സ്വർഗം സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണം. ഇന്ന് രാത്രി ദൈവന്റെ പഠനത്തിനായി കടവന്നതായ പ്രിയമുള്ളവരെ ഏവരെയും കർത്തൃകാര്യങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം പഠിച്ചത് കേട്ടതും ആമേൻ അനുസരിച്ച് ജീവിതത്തെ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇടയാക്കിയാട്ടെ. ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകല മഹത്വത്തിന്റെ യേശുവിനായി പ്രാർത്ഥന കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിക്കുകയും വഴിയെടുത്തുകയും ചെയ്യുന്ന പരിസരമന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും ഈ രാത്രി ട്രിനിറ്റി പ്രൈം മിനിസ്റ്ററുടേതായ ഈ പ്ലാറ്റ്ഫോമിലും കടന്ന ദൈവത്തോടും ദൈവം പഠിപ്പിച്ചതായ വിലപ്പെട്ട ദൈവദാസനോടും കർത്താവിന്റെ മുഖത്തെ പ്രസിദ്ധ വരുന്നത് മുതൽ എന്നേക്കും മാറാത്ത കൃപയുണ്ടാക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രിയിൽ ജയനിധി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ